ദേശീയപാത വികസനത്തിന് ഏറ്റവും പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നുള്ളിപ്പാടി ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. നുള്ളിപ്പാടി ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് അണ്ടർ പാസേജ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നത്. എന്തായാലും കോടതിയിലാണ് ഈ മാസം 20-ാം തീയതി അറിയാൻ സാധിക്കും ഈ ഭാഗത്ത് അണ്ടർ പാസേജ് വരുമോ ഇല്ലയോ എന്ന്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നായ്മാറമൂല മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 18-ാം തീയതി ഉച്ചക്ക് 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്, ക്ലാരിറ്റി അല്പം കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ നായ്മാറമൂല അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ ഈ ഭാഗങ്ങളിലൊക്കെ ഇനി ഫൈനൽ ടാറിംഗ് ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ 2 ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ മന്ത്രി ഇരുവശത്തോട്ടും വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ മുതൽ ക്ലോസ്ഡ് ആണ്. ഇവിടെ മുതൽ നമ്മുടെ BC റോഡ് മുതൽ നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജ് വരെ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. നിലവിലിവിടെ വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിദ്യാനഗർ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള എക്സ്പാൻഷൻ വർക്ക് നടക്കുകയാണ്. ഇവിടെ ഇനി ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. നിലവിൽ ഈ ഭാഗത്ത് ഇരുവശത്തോട്ടും ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത് കേട്ടോ. ഇവിടെ ഇനി നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. നേരത്തെ നമ്മളെ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിനാലാണ് ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് അല്പം പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ഉയരത്തിലാണ് ഈ BC റോഡ് ഭാഗത്ത് അപ്രോച്ച് റോഡ് വരുന്നത്. എന്തായാലും ഇവർ ഏപ്രിൽ മാസത്തോടു കൂടി തുറന്നു കൊടുക്കാനുള്ള പദ്ധതിയിലാണ് വർക്ക് മുമ്പോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ സെക്കൻഡ് കോട്ടിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലെയർ ടാറിംഗ് ആണ് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾ ഭൂരിപക്ഷം പ്രേക്ഷകരും മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെന്ന് അറിയാം. അപ്പോൾ മൊബൈലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അപ്രോച്ച് റോഡ് നമ്മുടെ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയർ ടാറിംഗ് മാത്രമാണ് ആ ഭാഗങ്ങളിൽ നടക്കാൻ ബാക്കി. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ടാണ് ഈ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഉടനെ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മളോട് യാതൊരു അനുവാദവും കൂടാതെയാണ് ഇവർ ഈ പേജിൽ കാസർഗോഡുള്ള 2 പേജുകൾ അപ്ലോഡ് ചെയ്യുന്നത്. വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ വീഡിയോ അടിച്ചു മാറ്റിയിട്ട് യാതൊരു ക്രെഡിറ്റും കൂടാതെ നമ്മളോട് അനുവാദമില്ലാതെ പേജുകൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ ഫൈനൽ ടാറിംഗ് കഴിഞ്ഞ ഭാഗമാണ് കേട്ടോ. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് നിലവിലിപ്പോൾ വാഹന ഗതാഗതം പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമായിരുന്നു. മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് 6 വരി പാത വരുന്നത്.
ഇവിടെ മുതൽ നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് 3 വരിപ്പാത കൂടി വാഹനങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെർജിങ് പോയിന്റ് വരുന്നുണ്ട്, ഇടത് ഭാഗത്തായിട്ടും വലതു ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. നമ്മൾ അണങ്കൂർ ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർ പാസേജ് ചെറിയൊരു അണ്ടർ പാസേജാണ് അണങ്കൂർ ഭാഗത്ത് അനുവദിച്ചുള്ളത്. ഇവിടെ മുതൽ 6 വരിപ്പാതയുടെ പൂർണ്ണമായിട്ടും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപ്പാതയുടെ നിർമ്മാണം മാത്രമാണ് ഇരുഭാഗങ്ങളിലും നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അണങ്കൂർ കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ കുന്നുപോലെയുള്ള പ്രദേശമായിരുന്നു, മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് 6 വരിപ്പാത വരുന്നത്. അപ്പോൾ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇടത് ഭാഗത്തായിട്ടൊരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ മുതൽ 2 ഭാഗത്തോട്ടും റോഡ് ക്ലോസ്ഡ് ആണ്. നമ്മുടെ നുള്ളിപ്പാടി ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഈ ഭാഗങ്ങൾ ഇരുവശത്തോട്ടും വാഹനഗതാഗതത്തിനായിട്ട് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിപ്പാടി കെയർവെൽ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ ഫസ്റ്റ് ലെയർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. നേരത്തെ ഈ ഭാഗങ്ങളിൽ ഇരുഭാഗത്തോട്ടും വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ വലതു ഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് സ്ഥലം നേരത്തെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ മെർജിങ് പോയിന്റ് വരുന്നില്ല, അപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇവിടെയാണ് അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത്. എന്തായാലും ഇവിടെ നിലവിലിപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ ഫസ്റ്റ് ലെയർ തുടങ്ങിയിട്ടുണ്ട്. ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയെങ്കിലും അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചിട്ട് കോടതി കേസ് 20-ാം തീയതിയാണ് പരിഗണിക്കുന്നത്. ഇവിടെ അണ്ടർ പാസേജ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മൂന്ന് വരിപ്പാതയിൽ നിലവിൽ ഫസ്റ്റ് ലെയർ ടാറിംഗ് നടക്കുകയാണ്. ഇന്ന് തന്നെ സെക്കൻഡ് ലെയർ ടാറിങ്ങും നടക്കുന്നതാണ്. കൂടാതെ മറ്റ് 3 വരിപ്പാതയിൽ എമൻഷൻ കോട്ടിംഗ് ആണ് ഇപ്പോൾ കൂടുതൽ മുതൽ ആ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങുന്നതാണ്. നമ്മൾ ഈ പാലത്തിൻ്റെ മേൽപ്പാലത്തിൻ്റെ മുകളിലായിട്ട് ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ കറന്തക്കാട് ഭാഗം മുതൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കാണ് നിലവിൽ നടക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ക്രഷ് ബാരിയറിൻ്റെ നിർമ്മാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് പാലത്തിൻ്റെ മുകളിലുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എക്സ്പാൻഷൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഏകദേശം ജോയിനിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ മാസ്റ്റിക് പാഡാണ് നടക്കാൻ ബാക്കിയുള്ളത്. ട്രാഫിക് ഉണ്ട് ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇനി കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. കറന്തക്കാട് അപ്രോച്ച് റോഡ് കഴിഞ്ഞ് നമ്മൾ മേൽപ്പാലത്തിൻ്റെ മുകളിലുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് എക്സ്പാൻഷൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. കൂടാതെ 2 ഭാഗത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട്. സെൻറ്റർ ഡിവൈഡറിൻ്റെയും വർക്ക്, കമ്പി കെട്ടുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.